നല്ല സ്ട്രോങ് സാധനമാണ്. ഇതിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ചെതല് തിന്ന് വെറുതെ അങ്ങ് എടുത്തിട്ടിരിക്കും. ചെതലാണ് ഇതെല്ലാം തിന്ന് തീർക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ പേപ്പർ അടിച്ചെടുക്കുമ്പോൾ ഇതങ്ങ് മാവ് പോരാൻ പോകും. വെള്ളം ഈ ഇരിക്കുന്ന അത്രയും കാതലാണ്. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇതിനകത്തില്ല, വെള്ളം വയ്ക്കാൻ പറ്റില്ല, എങ്കിൽ അതളായി പോകും. ഇതാണ്ട് ഇതേ പൊസിഷൻ, ഇതെല്ലാം കാലാണ്. അപ്പൊ ഇത് തന്നെ ഇതിനകത്ത് വെള്ളം ഇല്ല, അതെല്ലാം എടുത്ത് കളയണം. അപ്പോൾ ശരി, നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞങ്ങൾ ഇറങ്ങുന്നു. പണിക്കിടയിൽ ശല്യപ്പെടുത്തുന്നില്ല, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, പണി ചെയ്തോളൂ. നമ്മളിങ്ങനെ പെരുങ്കടവിളയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ചേട്ടനിരുന്ന് ഇങ്ങനെ ചില ആർട്ട് വർക്കുകളും കാർപ്പൻ്റർ വർക്കുകളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എന്നാ വിചാരിച്ചു, എന്താ ഇവിടെ ഇരുന്ന് 2 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാം, ഇതെന്താണ് സംഭവങ്ങളൊക്കെ എന്ന് അറിഞ്ഞിട്ട് പോകാൻ. റോബിൻ, നാടിവിടെ തന്നെ. ഇത് പെരുങ്കടവിള, ഇത് സ്ഥലത്തിൻ്റെ പേര് തൃക്കത്ത് നട. തെക്കത്ത് നട, പെരുങ്കടവിളയിൽ നിന്ന് പാറശാലയ്ക്കുള്ള വഴി, നെയ്യാറ്റിൻകരയ്ക്കുള്ള വഴി. ശരി ശരി. ഇപ്പോൾ കാർപ്പൻ്ററാണ് ബേസിക്കലി. ഇതിനിടയിൽ ചില സൃഷ്ടികളൊക്കെ അങ്ങനെ പുറത്താണ് പണി കൂടുതൽ. കെട്ടിടപ്പണിയൊക്കെയാണ് കൂടുതൽ ചെയ്യണം. അല്ലാത്ത സമയമൊക്കെ നാളെ തടി ഇറപ്പാണ് ബില്ലിൽ കെട്ടിടത്തിന്. അല്ലാത്ത സമയമൊക്കെ ഇവിടെ ഇരിക്കുകയാണ് കടയിൽ. ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഇത് പേരാണ് അതൊക്കെ അത് ചെയ്തെടുക്കണതാണ്. അതുപോലെ ഇരിക്കും. അത് ഞാൻ പിന്നെ സീലറിൽ കളർ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒറിജിനൽ അതാണ്. അതിപ്പോ ഒരു സീലർ അടിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത് ഒറിജിനൽ നിറം ഇതാണ്. പിന്നെ ഇതിന്റെ ഒറിജിനൽ അറിയാനാണ് നമ്മൾ ഈ മുഹൂർത്തം ഇതാണ് ഒറിജിനൽ. ഇത് മറ്റേത് കളർ അടിച്ചിരിക്കാണെന്ന് മനസ്സിലാവും. റോസ് വുഡ് കളർ അല്ലേ? ഇത് നമ്മൾ ഇതിൽ വെച്ചെടുക്കുമ്പോൾ ഇവിടെ ഒരു ദിവാൻ കോട്ട് കിടപ്പുണ്ട്. ഞാൻ പുറത്തെടുത്തിടാൻ പാട്. നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് പക്ഷേ കാണുമെങ്കിൽ എൻ്റെ കുതിരയാണ്. ഫ്രണ്ട് കുതിര, അത് ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇത് ചാരി കസേരയാണ്, ഈസി ചെയർ. അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ ഈസി ചെയർ. അത് മറ്റേ മരം തന്നെ വരുന്നു. മരം ബെൽറ്റിൽ വരണതാണ്. ബെൽറ്റില് ഇതിനെ ഇങ്ങനെ തുറന്ന് കീറി ഇതിന്റെ അകത്തൂടെ ബെൽറ്റ് ഇട്ടിട്ട് മരം തന്നെ തുണി പോലെ അങ്ങനെ കിടക്കും. അതൊക്കെ എന്തോ അല്ലേ ചെയ്തു വരുമ്പോ? അതൊക്കെ ഒരു 8-9 രൂപയാവും. എന്ത് തടിയാ അത്? ചീലാന്തി തന്നെ ഇതെല്ലാം 8-9 രൂപ. അപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡ്, ഈ ഫ്ലവർ വേസ് വെക്കുന്ന സ്റ്റാൻഡിനൊക്കെ എത്ര രൂപ? അതൊരു 8 രൂപയാവും. 8,000 രൂപ. ഈ ഇതൊരു 5 രൂപ കൊടുക്കാം. പോളിഷായില്ലേ, സീലറായി വെച്ചിരിക്കുന്നതാണ്. ഗ്ലാസ് ഇടണ്ട, ഞാൻ മറ്റേ ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ എന്തെങ്കിലും കാഴ്ചയ്ക്ക് രസത്തിന് ഫാൻസി നോക്കിൻ്റെ പുറത്തങ്ങടുത്ത് വയ്ക്കുമ്പോൾ ഇത് വാങ്ങുമാറും. ചേട്ടൻ എത്ര കാലമായിട്ട് ഇത്തരം കാർപ്പൻ്റർ വർക്കുകൾ ചെയ്യുന്നു? ഇത് അങ്ങനെ ഇത് ഞാൻ ഒരു പ്രകൃതിയിൽ ഞാൻ ഇതിൻ്റെ വർക്ക് കൂടെ ചെയ്തുകൊണ്ടിരുന്നു. മലപ്പണിയിൽ കൂടി എനിക്ക് ഇതുമാണ് കൂടുതൽ മാസം, പണിയേക്കാളും മാസം ഇതാണ്. അതായത് ഞാൻ ഒരുപാട് ചെയ്തു കൊടുത്തു. ഒരു പേര് 8,000 രൂപയ്ക്ക് അത് അവിടെ ചെയ്തു കൊടുത്തു. അതിൽ ഇങ്ങനെ വന്നല്ലോ, ഇത് കനമുള്ള പേര് വരുമ്പോൾ ഇതിന് അകാലത്തിൽ പുലിത്തലയാക്കിയിട്ട് പുലി വാഴിക്കകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് തല ഇങ്ങനെ അങ്ങനെ കൊത്തുപണി. അത് കൊത്തുപണിക്കാറ ഇരുത്തിഞ്ഞ്, അത് കൊത്തുപണിക്കാറ ഇരുത്തി ഞാൻ പണിക്ക് ഇരുത്തി. അത് ഇത് വാഴിക്കകത്തിന് തല ഇങ്ങനെ എന്തൊക്കെ രൂപമാണ് അവനെയൊക്കെ ഓരോ നേരിൽ കണ്ടെങ്കിൽ ദിവാൻ കുറച്ചായി കിട്ടണം. ഇവിടെ എടുത്ത് വയ്ക്കുമ്പോഴേ കിട്ടും. ദിവാൻ ഞാൻ എടുത്തു. ദിവാൻ അങ്ങനെ എടുക്കാൻ പറ്റും. തടികളും അങ്ങോട്ട് പോലെ
അപ്പോൾ ഞങ്ങൾ ഇത് ബോർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിൻ ഫർണിച്ചർ മാർട്ട്. ഇത് പിന്നെ തെക്കത്ത് നട ഇരുമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്പരൊക്കെ അതിനകത്തുണ്ട്, കാണാം. റോബിൻ ജന്മവേലി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്ക് ഒരാൾ ഇങ്ങനെ രാത്രി സമയം നോക്കിയിട്ട് ഒറ്റയ്ക്കിരുന്നത് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതൊരു പാഷനാണ്, ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഇച്ചിരി സമയം സംസാരിച്ചിട്ട് പോയത് ശരിയാവത്തില്ല എന്ന് തോന്നി. അപ്പോൾ കുടുംബമൊക്കെ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. അപ്പുറത്ത് തന്നെ താമസം. അപ്പോൾ കടയുണ്ട്. ഇത് തന്നെ കാർപ്പൻ്റർ വർക്കിന് പോകാറുണ്ട്. വർക്കില്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് ഇതുപോലുള്ള ചില കൈക്രിയകൾ അത് ചെയ്യും. അത് ഇഷ്ടത്തിനനുസരിച്ച് നല്ല തടിയിലാണ് എല്ലാം, ചീലാന്തി പോലുള്ള നല്ല തടിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈസി ചെയറെല്ലാം അവിടെ ഇരിപ്പുണ്ട്, ഈസി ചെയർ അല്ലേ? ഓ, അവിടെ ചെയ്തു, അത് സെറ്റ് ചെയ്തില്ല. അത് തുണിയാണോ? അതാണ് ഞാൻ പറഞ്ഞ സാധനം. അതിനകത്താണ് തടിയുടെ വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് താല്പര്യം തോന്നുകയാണെങ്കിൽ റോബിൻ ചേട്ടനെ സമീപിക്കുക അല്ലേ? ഇതാണ് തച്ചന്മാരുടെ ജോലി. തച്ചനുസരിച്ച് ജോലി ചെയ്ത് തച്ചന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്, വിശ്വകർമാക്കളെന്നാണ് പറയുന്നത്. അതുള്ള ആശാരിമാരാണ്, കാർപ്പൻ്റർ. ഒറ്റയ്ക്കിരുന്ന് ഈ രാത്രിയിലും ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാഷൻ നിറവേറ്റുന്നു. നമ്മൾ അദ്ദേഹത്തിനെ പോലുള്ള റോബിനെ പോലുള്ളവരെ നമ്മൾ ബഹുമാനത്തോടെ കാണണം. അവരുടെ പ്രയത്നത്തിനെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കയറി അല്പസമയം അദ്ദേഹത്തിന് ചെലവഴിച്ചത്. പുള്ളിയും കൊട്ടുപടിയും അതാണ് ഒരു അടയാളം, ഒരു കാർപ്പൻ്റർ അടയാളം. ഇപ്പോൾ പല പുതിയ ഉപകരണങ്ങൾ പലതും വന്നെങ്കിലും ഉപയോഗിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് പുള്ളിയും കൊട്ടുപടിക്കും അല്ലേ? പുള്ളിയും കൊട്ടുപടി എന്ന് പറയുമ്പോഴേ ഒരു ആശാരിയെ നമുക്ക്. പിന്നെ മുഴക്കോലെന്ത് ഇതാണൊരു ആശാരിയുടെ മുഴക്കോല് കുത്തി നടക്കുമോ? മുഴക്കോല് കുത്തത്തില്ല താഴെ. അതാണ് ആശാരിമാരെ കുറിച്ച് പറയുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് മുഴക്കോല്. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. പുളിയും കൊട്ടുപടി ആയിട്ട് റോബിൻ ചേട്ടൻ്റെ പണി നടക്കട്ടെ. നമുക്ക് പോവാം, ഞങ്ങൾ പോകുന്നു.